അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വളരെ ശക്തമായിട്ട് G7-ലും അവിടെ പോയ സമയത്ത് ഫ്ലൈറ്റിൽ വെച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നു അമേരിക്ക ഇടപെടത്തില്ല. ആ അമേരിക്കൻ പ്രസിഡന്റിനെ അയാളുടെ തീരുമാനം മുഴുവനും മാറ്റി 2 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പറയും അമേരിക്കയുടെ ഇസ്രായേലി അംബാസിഡർ അയാൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൊടുത്തു അമേരിക്കൻ പ്രസിഡന്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, മൈക്ക് അബീബി. അതൊരു പാസ്റ്ററാണ് ബേസിക്കലി. അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു. നേരത്തെ അമേരിക്കയുടെ സ്റ്റേറ്റിന്റെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിന്റെ മകള് ഇപ്പോഴും അമേരിക്കൻ ഒരു സ്റ്റേറ്റിന്റെ ഗവർണറാണ്. അത് ഓർഡൈൻഡ് പെൻറ്റക്കോസ്റ്റൽ പാസ്റ്ററാണ് ഈ മൈക്ക് അബീബി. അയാൾ ഒരൊറ്റ മെസ്സേജ് കൊടുത്തു. എന്നിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ആളുകൾ ഒന്നടങ്കം ട്രംപിന്റെ മേളിൽ പ്രഷർ ചെയ്തു. ഒറ്റ തീരുമാനം ട്രംപ് ആരോടും പറഞ്ഞില്ല. 7 or 8 B-2 ഫൈറ്റർ അവിടെ പോയി ബോംബിടുന്നു. അതോടെ വാറുന്നത്. ഇതാണ് ഈ ട്രംപിനെ ഈ കാര്യത്തിൽ, അമേരിക്ക ഈ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിവർ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇവർ 100% ഇസ്രായേലുമായിട്ട് കമ്മിറ്റഡ് ആണ്. ആ രാജ്യത്തിന്റെ എക്കോണമി, ആ രാജ്യത്തിന്റെ ലോബിയിസ്റ്റും ആ രാജ്യം നിലനിൽക്കുന്നതും ഇതിനകത്ത് മാറ്റർ ചെയ്യും. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ ശക്തമായ രീതി പറഞ്ഞ ഖത്തറിനോട് ഒന്നില്ലേ അവരെ പുറത്താക്കുക, പ്രോസിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ എടുത്തു. ഇതാണ് സംഭവം. അല്ലാതെ ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ചില മലയാള പത്രങ്ങളിലും വെബ്സൈറ്റുകളിലൊക്കെ പറയുന്നത് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ എല്ലാം ഒന്നടങ്കം ഒത്തുകൂടി ഇസ്രായേൽ, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല.